ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എത്ര ധ്യാനിച്ചാലും പ്രാർത്ഥിച്ചാലും മതി വരാത്തതാണ് രക്ഷകൻ്റെ കുരിശിലെ ചാവരുൾ, കുരിശിലെ അന്ത്യമൊഴികൾ. തൻ്റെ മരണത്തിൻ്റെ സമയത്ത് ഈശോ ഒരു നിലവിളി എന്നതുപോലെ ഉയർത്തിയ ആ 7 വചനങ്ങൾ നമ്മൾ എന്നും ഹൃദ്യസ്ഥമാക്കണം. വളരെ പ്രത്യേകമായി ഈ വിശുദ്ധ വാരത്തിലും നമുക്ക് ഈ 7 വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത്തെ വചനം, പിതാവേ ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. രണ്ടാമത്തെ മൊഴി, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. മൂന്നാമത്തെ വചനം, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. നാലാമത്തെ വചനം, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു. അഞ്ചാമത്തെ വചനം, എനിക്ക് ദാഹിക്കുന്നു. ആറാമത്തെ വചനം, എല്ലാം പൂർത്തിയായി. ഏഴാമത്തെ വചനം, പിതാവേ നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചത് ഈശോയുടെ കുരിശിലെ മൂന്നാമത്തെ മൊഴിയാണ്. യേശുവിൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാനും അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ആ സമയം മുതൽ യോഹന്നാൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. നമ്മൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാണാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ഇതിന് വളരെ പച്ചയായ ഒരു വ്യാഖ്യാനമുണ്ട്. അമ്മമാരെ തനിയാക്കരുത്, മാതാപിതാക്കളെ തനിയാക്കരുത്. കുരിശിൻ്റെ താഴെ അമ്മ നിന്നിരുന്നു. രക്ഷകൻ ഭൂമിയിൽ നിന്ന് മരണം വഴി വിട പറയുകയാണ്. ഇനി ഈ അമ്മ ആരുടെ അടുത്തേക്ക് പോകും? അതുകൊണ്ട് പറഞ്ഞു യോഹന്നാനോട്, ഇതാ നിൻ്റെ അമ്മ. നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു, സെബദിപുത്രന്മാരുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഈ യോഹന്നാൻ്റെ ബയോളജിക്കലായ അമ്മ അവിടെ ഉള്ള സമയത്താണ്. മത്തായിയുടെ സുവിശേഷം 27 നമ്മളത് കാണുന്നുണ്ട്. ഉള്ള സമയത്ത് തന്നെയാണ് സ്വീകരിക്കാനായിട്ട് പറയുന്നത്. അമ്മമാരെ, മാതാപിതാക്കളെ തനിയാക്കരുത്. മാതാപിതാക്കൾ കൊണ്ട വെയിലാണ് മക്കൾ അനുഭവിക്കുന്ന തണലെന്ന് അറിയാൻ പാടില്ലാത്തവരാരാണ് ഉള്ളത്? അതുകൊണ്ട് മാതാപിതാക്കളെ ഗൗരവത്തോടെ എടുക്കുക. രണ്ടാമത് നമ്മൾ കണ്ടു, ഈ വ്യാഖ്യാനത്തിനൊപ്പം തന്നെ ഒരു അടിസ്ഥാനപരമായ ഒരു ആത്മീയ അർത്ഥം കൂടി ഇതിനുണ്ട്. ആ സമയം മുതൽ യോഹന്നാൻ അമ്മയെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ, ഭൗമികമായ ഒരമ്മ ഉണ്ടായിരിക്കെ തന്നെ സ്വർഗീയമായ ഒരമ്മയുടെ ആവശ്യം നിർബന്ധമായും നമുക്കുണ്ട്. ആ അമ്മ ആ ഭവനത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ചും യോഹന്നാൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തിന് കൈയും കണക്കുമില്ല. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അബ്ബാ പിതാവ് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ആ പുത്രനെ ഏറ്റവും മനോഹരമായി പരിരക്ഷിക്കുമെന്ന് അബ്ബായിക്ക് ഉറപ്പുള്ള ഒരു കരമായിരുന്നു അമ്മായിയുടെ കരം, പരിശുദ്ധ മറിയത്തിൻ്റെ കരം. ആ കരത്തിൽ നമ്മുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ജീവനെ അർപ്പിക്കാൻ നമ്മൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? അതുകൊണ്ടാണ് 2 സ്പിരിച്വൽ എക്സസൈസ് പോലെ 2 കാര്യം ചെയ്യാൻ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൺക്ലൂഡ് ചെയ്തത്. ഒന്നാമത്, അമ്മയ്ക്ക് ഫോൺ വിളിക്കുക. അമ്മമാരടുത്തുണ്ടെങ്കിൽ അവരുടെ സമീപത്തിരിക്കുക, അവരോട് 10 മിനിറ്റ് സമയം സംസാരിക്കുക. രണ്ടാമതായി, സ്വർഗീയ മാതാവിനെ ധ്യാനിച്ച് ഒരു ജപമാല ചൊല്ലുക. പ്രത്യേകിച്ചും മാതാപിതാക്കൾ കടന്നു പോയിട്ടുള്ളവരാണ് എങ്കിൽ, മരണം മൂലം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ളവരാണ് എങ്കിൽ അവരുടെ ആത്മാക്കളെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന്. നമുക്ക് ഈ ദിവസത്തെ കുരിശിലെ 4ാമത്തെ മൊഴിയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു. ഈ വചനം എല്ലാ സുവിശേഷകരും തന്നെ ഒരുപോലെ പങ്കുവെക്കുന്നുണ്ട്. സുവിശേഷം ഇത് പങ്കുവെക്കുമ്പോൾ പ്രത്യേകം എഴുതിയിരിക്കുന്ന വചനം ശ്രദ്ധേയമാണ്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ഏതാണ്ട് 9-ാം മണിക്കൂറായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലമാ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. കുരിശിൽ നിന്നുയരുന്ന ആദ്യത്തെ വിലാപത്തിൻ്റെ സ്വരമാണ് സഹോദരങ്ങളെ ഇത്. അപ്പോഴാണ്
തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: പലരും പറഞ്ഞു അവൻ ഏലിയായെ വിളിക്കുന്നുവെന്ന്. രണ്ട് കാരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള സംസാരത്തിന് രണ്ട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞേക്കാം. ഒന്ന്, ഹീബ്രു ഭാഷ പരിചയമില്ലാത്ത റോമൻ പടയാളികൾ യേശു ഏൽ ഏൽ എന്ന് വിളിച്ചപ്പോൾ ദൈവത്തെ വിളിച്ച നേരത്ത് ഏലിയായെ വിളിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലുള്ള കാരണം എന്ന് പറയുന്നത് ബോധപൂർവം ഭാഷ പരിചയമുള്ള യഹൂദരായ അന്ന് അവിടെ കൂടിയിരിക്കുന്ന മനുഷ്യർ പരിഹസിക്കാനായി പറഞ്ഞതായിരിക്കാം. കാരണം ദൈവത്തിൻ്റെ സഹായം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒടുക്കം ലഭിക്കുന്നത് ഏലിയായുടെ കരം വഴിയാണ് എന്നൊരു പാരമ്പര്യമുണ്ട്. അപ്പോൾ മരണവെപ്രാളത്തിൽ കഴിയുന്ന യേശു ഏലിയായെ സഹായത്തിന് വിളിക്കുന്നതാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് ധ്യാനിക്കാം. അതുകൊണ്ടാണ് ചിലരവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഏലിയ അവൻ്റെ സഹായത്തിന് വരുമോ എന്ന് നമുക്ക് നോക്കിക്കാണാമെന്ന്. എന്തായിരുന്നാലും ഈ ഉപേക്ഷയുടെ വചനം മനുഷ്യൻ്റെ ചങ്കുലയ്ക്കുന്ന വചനമാണ്. രക്ഷകൻ കുരിശിൽ കിടന്നിട്ട് വിലാപത്തിൻ്റെ നിലവിളിയാണ് ഉയർത്തുന്നത്. എന്തായിരിക്കും ഈ വചനത്തിൻ്റെ അർത്ഥം? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച കാത്തലിക് കൺവേർട്ടും അറിയപ്പെടുന്ന എഴുത്തുകാരനുമായ G.K. ചെസ്റ്റർട്ടൺ പറയുന്നുണ്ട്, സത്യത്തിൽ കുരിശിലെ യേശു നിരീശ്വരനെ പോലെ നിലവിളിക്കുന്നത് എന്താണ്? എന്നിട്ട് തൊട്ടടുത്ത് അദ്ദേഹം ഇങ്ങനെ കൂടി ഒരു വരി കൂട്ടിച്ചേർത്തു: കുരിശിലെ യേശു നിരീശ്വരനാവുകയല്ല, മറിച്ച് ഏറ്റവും ഒടുക്കം അവൻ എന്തു പറഞ്ഞാണ് മരിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അബ്ബാ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞാണ് അവൻ ജീവൻ വെടിഞ്ഞത് എന്ന്. നമുക്ക് ഈ ഒരു ധ്യാന ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം കുറച്ച് കാര്യമായി ചിന്തയ്ക്കായിട്ട് നമുക്കെടുക്കാം. ഒന്ന്, ദൈവത്തിൻ്റെ ഉപേക്ഷ. രണ്ട്, ദൈവത്തിൻ്റെ മൗനം. ഏറെ വ്യാഖ്യാനിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു വചന മൊഴിയാണ് സത്യത്തിൽ, അല്ലെങ്കിൽ കുരിശിലെ മൊഴിയാണ് ഈ വചനം. നമുക്കിതിൽ രണ്ട് കാര്യങ്ങൾ എടുക്കുന്നു. ഒന്ന്, അബാൻഡൻമെൻറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഉപേക്ഷ. രണ്ട്, ദൈവത്തിൻ്റെ മൗനം, സൈലൻസ് ഓഫ് ഗോഡ്. ഈശോയുടെ ശാരീരികമായ സഹനങ്ങളെയാണ് കൂടുതൽ മനുഷ്യർ ധ്യാനിക്കാറുള്ളതും പറയാറുള്ളതും. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാമല്ലോ, ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് ഈശോയുടെ ശാരീരികമായ പീഡനത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ചില വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും വെളിച്ചത്തിൽ അവനേറ്റ അടികളുടെ എണ്ണവും മുറിവുകളുടെ എണ്ണവും ഒക്കെയാണ് പലപ്പോഴും നമ്മൾ തിട്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാറുള്ളത്. തീർച്ചയായും ഈശോയുടെ ശാരീരികമായ വേദനയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഈശോയുടെ ആന്തരികമായ വേദനയാണ് ശാരീരികമായ വേദനയേക്കാൾ ഏറ്റവും കഠോരമായിരിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഉപേക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ കാണേണ്ടത്. മനുഷ്യനെ ഉപേക്ഷിച്ചാൽ സഹോദരങ്ങളെ, അവർക്ക് ദൈവമുണ്ട്. പക്ഷെ ദൈവം ഉപേക്ഷിച്ചാൽ എന്തു ചെയ്യും? ശരിയാണ്, കൂട്ടത്തിൽ നിന്ന് ശിഷ്യന്മാരെല്ലാം ഓടിയകന്നപ്പോൾ, പ്രിയപ്പെട്ടവരെല്ലാവരും ചിന്നിച്ചിതറി 4 ദിക്കുകളിലേക്കായിട്ട് പോയപ്പോൾ, നീ മരിക്കാൻ പോയാൽ നിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ശിഷ്യപ്രമുഖൻ ഉൾപ്പെടെ ഓടി മറഞ്ഞപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ മനസ്സ് നീറിയിട്ടുണ്ട്. പക്ഷേ ആ നീറ്റം ഒക്കെ മറികടക്കാൻ ഒരുപക്ഷെ കഴിയുന്നത് ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവൻ നിലവിളിക്കുകയാണ്, ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞു? ദൈവത്താൽ പരിത്യക്തമാകുന്ന അവസ്ഥ സ്വന്തം മനുഷ്യപ്രകൃതിയിൽ ഈശോ അനുഭവിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ ഉപേക്ഷ എന്ന് പറയുന്നത്. വളരെ ലളിതമായി കണ്ടാൽ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്കൊക്കെ നമ്മുടെ ഈ ജീവിത യാത്രക്കിടയിൽ ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ, ദൈവം പോലും കൈവിട്ടു എന്ന് പറയുന്നൊരവസ്ഥ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എന്നുമുള്ള ഒരു തരം ലക്ഷറിയാണ്, അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും വിശ്വാസിയുടെ യാത്രയിലെ ഒരു തരം ലക്ഷറിയാണ് ദൈവം അവൻ്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ്. അതുകൊണ്ടാണ് രക്തസാക്ഷികൾ അവർ വേദനാജനകമായ മരണം വരിക്കാൻ പോകുന്ന നേരത്തും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൺസലേഷൻ അവർ അനുഭവിച്ചിരുന്നു. എന്താണ് ആ കൺസലേഷൻ? ദൈവം കൂടെയുണ്ട്, അവൻ്റെ ആശ്വാസം കൂടെയുണ്ട്.
അവനെ പ്രതിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ദൈവം പൊതിഞ്ഞു പിടിക്കുന്ന ഒരവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഒരു രക്തസാക്ഷി പോലും മരണം ആനന്ദകരമാക്കി മാറ്റുന്നത്. എന്നാൽ കുരിശിലെ യേശു അങ്ങനെയല്ല. കുരിശിലെ യേശു ദൈവം പോലും പരിത്യക്തമാക്കുന്ന, അല്ലെങ്കിൽ ദൈവം പോലും അബാൻഡൻ ചെയ്യുന്ന അവസ്ഥയിലാണ്. ദൈവ സാന്നിധ്യം പോലും നമുക്ക് നഷ്ടമായാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും? സത്യത്തിൽ അന്ന് പുറത്ത് അന്ധകാരമാണ്. അതാണല്ലോ നമ്മൾ വചനത്തിൽ കേട്ടത്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ ഉച്ചയ്ക്ക് 12 മണിയാണ്. 9-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മണിയാണ്. എന്ന് പറഞ്ഞാൽ നട്ടുച്ച മുതൽ 3 മണി വരെയുള്ള സമയം ഭൂമിയിലെങ്ങും അന്ധകാരമാണ്, പുറത്തന്ധകാരം. എന്നാൽ അകത്തേക്ക് നോക്കുമ്പോഴോ അകത്തുപോലും അന്ധകാരം. കാരണം കൺസലേഷൻ അനുഭവിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ കാണുന്നത്, ഈശോ മനുഷ്യപ്രകൃതിയിൽ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കടന്നു പോകാൻ കഴിവുള്ള, സാധ്യതയുള്ള എല്ലാത്തരം വേദനകളിലൂടെയും അതിൻ്റെ ഏറ്റവും അത്യുച്ചയിൽ കഴിയുന്നത് എന്തായിരിക്കും? അത് ദൈവം പോലും ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയായിരിക്കും. ഈ അവസ്ഥയിലൂടെ പോലും കടന്നു പോവുകയാണ്. ഇനി ആരും പറയരുത് എൻ്റെ ദൈവം എന്നെ കൈവിട്ടുവെന്ന്. കാരണം നമ്മൾ വിളിക്കുന്ന നമ്മുടെ രക്ഷകനും സമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയ കർത്താവാണ്. മറ്റൊരർത്ഥത്തിലും കൂടി ഒരു പക്ഷേ നമുക്കിത് കാണാൻ കഴിയും. ദൈവമില്ലാത്ത ഒരവസ്ഥയാണ് നരകമെന്ന് പറയുന്നത്. ഈശോ, കുരിശിലെ ഈശോ നരകം അനുഭവിക്കുകയാണ്. നരകയാതന എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? കുരിശിലെ യേശു ഒരു തരം നരകം അനുഭവിക്കുകയാണ്. ദൈവമില്ലാത്ത അവസ്ഥ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വേദനാജനകമായ അവസ്ഥയാണ് അത്. വിശുദ്ധാത്മാക്കൾ, പ്രത്യേകിച്ചും വലിയ കാർമലൈറ്റ് സെയിൻ്റായ സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് ഒക്കെ പറയുന്നത് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നാണ്. ഡെസൊലേഷനാണ്, ദൈവം പോലും ഇല്ലാത്ത ഒരു തരം മാനസികമായ ഒരവസ്ഥ. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന ഏറ്റവും തീവ്രമായ വേദനയുടെ പേരാണ് അബാൻഡൻമെൻറ്റ് ഓഫ് ഗോഡ്. ദൈവം പോലും ഉപേക്ഷിച്ചുവോ എന്ന് തോന്നുന്ന അവസ്ഥ. ഈ അവസ്ഥയിലും നമ്മുടെ രക്ഷകൻ കടന്നു പോയിട്ടുണ്ട് എന്ന്. പക്ഷേ നമ്മൾ ഓർക്കണം, ഇതിൻ്റെ മറുപടി എവിടെയാണ്? ഈ ദൈവത്തിൻ്റെ ഉപേക്ഷയുടെ, ദൈവം മറഞ്ഞിരിക്കുന്ന അവസ്ഥയുടെ മറുപടി നമ്മൾ കാണുന്നത് ഉത്ഥാനത്തിലാണ്. 3-ാം ദിവസത്തേക്ക് നമ്മൾ കാത്തിരിക്കണം സത്യത്തിൽ ഈ ദൈവത്തിൻ്റെ ഉപേക്ഷയുടെ യഥാർത്ഥമായ അർത്ഥം കണ്ടെത്താനായി. ചിലപ്പോഴെങ്കിലും ഈ മാതാപിതാക്കൾ കുഞ്ഞും അമ്മയും ഒക്കെ തമ്മിൽ, അല്ലെങ്കിൽ കുഞ്ഞും അപ്പനും ഒക്കെ തമ്മിൽ ഒളിച്ചുകളി നടത്താറുണ്ട്. അപ്പോൾ സാധാരണയായി ഒളിച്ചിരിക്കുന്ന ആൾ, പ്രത്യേകിച്ചും മാതാവോ പിതാവോ മുതിർന്നവരോ ആണ് എങ്കിൽ, അവരുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുഞ്ഞുങ്ങളുടെ മേലുള്ളത് ഈ ഒളിച്ചിരിക്കുന്ന നേരത്താണ്. കൺസീൽ ചെയ്യുന്ന സമയത്താണ് സത്യത്തിൽ കുഞ്ഞിൻ്റെ മേൽ അത്ര കണ്ട് ശ്രദ്ധയുള്ളത്. നമ്മൾ ഓർക്കണം, ദൈവം നമ്മളിൽ നിന്നും മറഞ്ഞിരിക്കുന്നുവെന്നും നമ്മുടെ നിലവിളി കേൾക്കുന്നില്ല എന്നും നമുക്ക് തോന്നുന്ന സമയങ്ങളിലാണ് നമ്മുടെ ദൈവം നമ്മുടെ മേൽ അത്ര കണ്ട് ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് അബാൻഡൻമെൻറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഉപേക്ഷ എന്ന് പറയുന്നത് തീർച്ചയായും ഉത്ഥാനത്തിന് വഴിമാറുമെന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നിശബ്ദതയാണ്. ഈശോയുടെ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത്, മാമോദീസയുടെ സമയത്ത്, അല്ലെങ്കിൽ താബോറിലെ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ സമയത്തൊക്കെ ആകാശ കവാടങ്ങൾ തുറക്കുന്നതും പിതാവിൻ്റെ ശബ്ദം ഇറങ്ങി വരുന്നതും, ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ സമയത്തും ഈശോയുടെ പരസ്യകാല ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ അബ്ബായുടെ ശബ്ദം കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാം അവൻ അബ്ബയായിരുന്നു. ഞാൻ അബ്ബായുടെ കാര്യത്തിൽ വ്യാപൃതനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലൂക്ക 2:48. അത് പറഞ്ഞാണ് അവൻ മാതാപിതാക്കളോട് താൻ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പോൾ ജീവിതത്തിലുടനീളം അബ്ബയാണ്. ഒരിക്കൽ മാത്രമേ
അവൻ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുന്നുള്ളൂ, അത് ഈ കുരിശിൽ യാതനയുടെ സമയത്താണ്. ആ നേരത്ത് വിളിക്കുന്ന നേരത്താകട്ടെ നിശബ്ദതയാണ്, മൗനമാണ്. ഈ ദൈവം എവിടെ പോയി? വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ദൈവമെന്ന് പറഞ്ഞിട്ട്, ഏതൊരു പ്രാർത്ഥനയ്ക്കും മറുപടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട്, തോട്ടത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുമ്പോൾ പടയാളികൾ വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോകാൻ പോകുമ്പോൾ, നിങ്ങളാരും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട, കാരണം ഞാൻ വിളിച്ചാൽ 12-ലധികം ദൂതന്മാരുടെ വ്യൂഹത്തെ എനിക്ക് വേണ്ടി അബ്ബ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് ഒരു ദൂതനെയും കാണാനില്ല, ഒരു ശബ്ദവും കേൾക്കാനില്ല, ഒരാശ്വാസവും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ മൗനം. എന്തുകൊണ്ടായിരിക്കും ഈ ദൈവം മൗനം പാലിക്കുന്നത്? പുത്രൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. പുത്രൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ ആ നേരത്ത് ദൈവം മൗനം പാലിച്ചേ മതിയാകൂ. ഇങ്ങനെ കൂടി ചിന്തിക്കുക സഹോദരങ്ങളെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവെടിഞ്ഞു എന്ന് കുരിശിൻ്റെ മാറിൽ കിടന്ന് പുത്രൻ നിലവിളിക്കുന്ന നേരത്ത് ആ പിതാവ് എവിടെയായിരിക്കും? തീർച്ചയായും ആ പിതാവ് ആ കുരിശിൻ്റെ മറുഭാഗത്ത് കിടക്കുന്നുണ്ട്. ആ പിതാവ് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനെ എന്തിന് ഞാൻ നിന്നെ കൈവിടിഞ്ഞ്? നിൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ, മാനവരാശിയുടെ രക്ഷ സാധ്യമാക്കാൻ നീ ഇവയിലൂടെയെല്ലാം കടന്നു പോകണം എന്ന് നിനക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ നിശബ്ദതയുടെ മറുപടി മാനവരാശി തിരിച്ചറിയാൻ 3 ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അതും ഈശോയുടെ ഉത്ഥാനമാണ്. സഹോദരങ്ങളെ, ഇവയൊക്കെ കേൾക്കുന്ന നേരത്ത് അല്ലെങ്കിൽ ധ്യാനിക്കുന്ന നേരത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരാം. എന്തിനാണ് ഇത്രമാത്രം സഹിക്കാനായിട്ട് ഇടവരുന്നത്? ദൈവസുതന് ഇത്രമാത്രം സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം സർവാധിപനായ കർത്താവല്ലേ? വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന് വളരെ എളുപ്പത്തിൽ മാനവരാശിയുടെ രക്ഷ സാധ്യമാക്കാമായിരുന്നില്ലേ? 2 വിശുദ്ധാത്മാക്കളുടെ ധ്യാനചിന്ത നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഈ ധ്യാനചിന്ത അവസാനിപ്പിക്കാം. ഒന്നാമത്തത് ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ്. നമ്മുടെ ചോദ്യം എന്താണ്? സത്യത്തിൽ ദൈവമേ, ഇത്രമാത്രം യാതനയിലൂടെയും വേദനയിലൂടെയും നീ കടന്നു പോകേണ്ടതായിട്ടുണ്ടോ? മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കാൻ എന്തൊരു വേദനയാണ്, ആന്തരികമായും ശാരീരികവുമായുള്ള വേദന. 2 വിശുദ്ധരുടെ ചിന്ത. ഒന്നാമത്തത് 3-4 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ്റെ ചിന്തയാണ്. അഗസ്റ്റിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ്, ദൈവത്തിൻ്റെ ദൈവം മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും നമ്മുടെ ദൈവം തയ്യാറാണ് എന്ന്. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാവുന്ന വചനമാണല്ലോ. തൻ്റെ ഏകജാതനെ അയക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ രക്ഷ സ്വന്തമാക്കാൻ പിതാവിൻ്റെ നിലവിളിക്ക് മുമ്പിൽ കാതടയ്ക്കുന്ന, പുത്രനെ വിട്ടുകളയുന്ന, കുരിശിൽ തനിയാക്കുന്ന, പരിത്യക്തനാക്കുന്ന ഒരു ദൈവമാണ് കുരിശിലെ ദൈവമെന്ന്. മറ്റൊരു വിശുദ്ധാത്മാവ് സെയിൻറ്റ് ആൻസലമാണ്. സ്കൊളാസ്റ്റിക് ചിന്തയുടെയൊക്കെ പിതാവെന്നറിയപ്പെടുന്ന 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വിശുദ്ധാത്മാവാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ പാപത്തിൻ്റെ ഭീകരത കാണിക്കാനല്ല, മറിച്ച് പാപത്തിൽ വീണ ഒരാത്മാവിനെ രക്ഷിക്കാൻ ഇത്രമാത്രം വില നൽകണമായിരുന്നു എന്ന് കാണിക്കാൻ കൂടിയാണ് കുരിശിലെ യാതനയിലൂടെ കടന്നുപോകാൻ പിതാവായ ദൈവം യേശുവിനെ അനുവദിക്കുന്നത് എന്ന്. അത് ഒരു പ്രത്യേകിച്ചും സെയിൻറ്റ് ആൻസലം ബോസോ എന്ന് പറയുന്നുള്ള പേരുള്ള ഒരു ചെറുപ്പക്കാരനായ സന്യാസിയുമായിട്ടുള്ള സംഭാഷണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പലതിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബോസോ വിശ്വാസിയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഗുരുവേ, എന്തിനാണ് ഇത്രമാത്രം വേദനയിലൂടെ കടന്നു പോകുന്നത്? അല്ലാതെ തന്നെയും മനുഷ്യൻ്റെ രക്ഷ സാധ്യമാക്കാൻ പാടില്ലേ? അദ്ദേഹം ഒരു ഡയമണ്ടിൻ്റെ ഉദാഹരണത്തിലൂടെയാണ് ബോസോയോട് സംസാരിക്കുന്നത്. ഒരു ഡയമണ്ട്, വിലയേറിയ ഒരു ഡയമണ്ട്, അത് താഴെ വീണ് തകർന്നുപോയി. വേണമെങ്കിൽ ദൈവത്തിന് പറയാം, അവ ഒന്നാകട്ടെ,
അവ പെട്ടെന്ന് ഒന്നാകും. ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ, ഒന്നാകും. പക്ഷേ ഈ ദൈവം ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ദൈവം ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്ന് ആ ഡയമണ്ടിനെ ഒരുമിച്ച് ചേർക്കാൻ, ശിഥിലമായ ചിന്നിച്ചിതറിപ്പോകുന്ന ആ ഡയമണ്ടിനെ ഒന്നാക്കാൻ ഈ ദൈവം തന്നെ അധ്വാനിക്കുകയാണ്. ദൈവസുതനെ അയച്ചുകൊണ്ട് അധ്വാനിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, പാപത്തിൻ്റെ ഭീകരത കാണിക്കാനല്ല, മറിച്ച് തകർന്നു വീണ മാനവരാശിയുടെ രക്ഷിക്കാൻ, അതിനെ രക്ഷിച്ചെടുക്കാൻ ഇത്ര കണ്ട് വില സ്വർഗത്തിന് കൊടുക്കേണ്ടി വന്നുവെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് എന്ന്. ശരിയാണ്, പാപത്തിൽ പങ്കുകാരാകാൻ നമുക്ക് ഈശോയെ കിട്ടില്ല. പക്ഷേ പാപത്തിൻ്റെ ഫലത്തിൽ പങ്കുകാരനാകാൻ ഈശോയെ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. പാപത്തിലില്ല അവൻ നമ്മുടെ കൂടെ, പക്ഷേ പാപത്തിൻ്റെ ഫലം ഭൂമി അനുഭവിച്ചത്, ഞാനും നിങ്ങളും അനുഭവിച്ചത്, അതിൽ പങ്കുകാരനാകാൻ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഈ ഭാഗം കൺക്ലൂഡ് ചെയ്യാം. 4-ാമത്തെ മൊഴിയാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. കുരിശിൽ നിന്നുയരുന്ന ആദ്യത്തെ വിലാപമാണത്. കുരിശിൽ നിന്ന് ആദ്യമായി ഈശോ അബ്ബായെ ദൈവമേ എന്ന് വിളിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞു? ഈശോയുടെ ജനനത്തിൻ്റെ ഏതാണ്ട് 1000 വർഷങ്ങൾക്കപ്പുറം ദാവീദ് 22-ാമത്തെ സങ്കീർത്തനത്തിൽ ആദ്യ വചനമായി എഴുതിയിരിക്കുന്ന വചനം കുരിശിലെ യേശു, ദാവീദിൻ്റെ പുത്രൻ, ആവർത്തിക്കുകയാണ്. പരിത്യക്തൻ്റെ വിലാപമാണത്. അവൻ്റെ വിലാപം എൻ്റെയും നിങ്ങളുടെയും വിലാപമാണ്. ചില സമയങ്ങളിലെങ്കിലും ദൈവം പോലും കൈവിട്ടു എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, ദൈവമില്ലാത്ത മനുഷ്യർ, ദൈവത്തെ വേണ്ട എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, അവർക്കെല്ലാവർക്കും വേണ്ടി പരിഹാരമായി കുരിശിലെ യേശു ഈ വേദന ഏറ്റുവാങ്ങുകയാണ്. ഒരു ആത്മീയമായ എക്സസൈസ് നമുക്കിന്ന് ചെയ്യണം. അതിതാണ്, വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ഇടറിപ്പോകുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ വീട്ടിലുണ്ടാകാം, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകാം. എന്ന് പറഞ്ഞാൽ വിശ്വാസം കൈവിട്ട് കളഞ്ഞിട്ടുള്ള മനുഷ്യർ. അവരിൽ 1-2 പേരെ ഓർത്തെടുത്ത് ഈശോയുടെ കുരിശിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അതിലൊരുപക്ഷെ നിങ്ങളുടെ മക്കളുണ്ടായിരിക്കാം, പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം. ഏത് സാഹചര്യത്തിലും ആണ് അവർ ഈശോയെ വിട്ടുകളഞ്ഞതെന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈശോയ്ക്ക് അവരെയെല്ലാം മനസ്സിലാകും. അവരെ കുരിശിലെ ഈശോയുടെ കൈകളിലേക്ക് കൊടുത്ത് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും അവനെ അല്ലെങ്കിൽ അവളെ അവിടുന്ന് ചേർത്ത് വയ്ക്കാതിരിക്കില്ല. ആമേൻ.